കാഹളത്തിൻ ശബ്ദം കേൾക്കാറായി സോദരരെ ഒരുങ്ങാം, വേല നന്നായി തികയ്ക്കാം. കാഹളത്തിൻ ശബ്ദം കേൾക്കാറായി സ്നേഹിച്ചോരെല്ലാം നമ്മെ വെറുത്തിടുമ്പോൾ മാറില്ലെന്നു പറഞ്ഞവർ മാറിപ്പോകുമ്പോൾ, സ്നേഹിച്ചോരെല്ലാം നമ്മെ വെറുത്തിടുമ്പോൾ മാറില്ലെന്നു പറഞ്ഞവർ മാറിപ്പോകുമ്പോൾ, ക്രൂശിൽ രക്തമൊഴുക്കി എന്നെ വീണ്ടെടുത്തവൻ പ്രാണനാഥൻ കൈവിടുകില്ല. എന്നെ വീണ്ടെടുത്തവൻ പ്രാണനാഥൻ കൈവിടുകില്ല. സോദരരെ ഒരുങ്ങാം, വേല നന്നായി തികയ്ക്കാം. കാഹളത്തിൻ ശബ്ദം കേൾക്കാറായി സോദരരെ ഒരുങ്ങാം, വേല നന്നായി തികയ്ക്കാം. കാഹളത്തിൻ ശബ്ദം കേൾക്കാറായി കാഹളത്തിൻ ശബ്ദം കേൾക്കാറായി. പ്രിയ കർത്താവേ, ഞങ്ങൾ ഒരിക്കൽ കൂടെ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. ഈ ഉച്ചകഴിഞ്ഞ സമയം ഞങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുവാൻ, ഒരുമിച്ച് കൂടി വരുവാൻ അവിടുന്ന് സഹായിച്ചതിനായി നന്ദി പറയുന്നു. എന്റെ വചനത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾക്കും ആലോചനകൾക്കുമായി നന്ദി പറയുന്നു. വീണ്ടും ഞങ്ങളോട് അല്പ മിനിറ്റുകൾ കൂടെ സംസാരിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സ്പർശനം അനുഭവിപ്പാൻ എല്ലാവർക്കും നീ കൃപ നൽകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. സന്തോഷമുള്ള ദൈവം തങ്ങളുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇവിടെ നടക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ മിഡ് വെസ്റ്റ് റീജിയന്റെ കൺവെൻഷനിൽ ദൈവത്തിന്റെ വചനവുമായി നിൽപ്പാൻ ദൈവകൃപയാൽ നൽകിയ ഭാഗ്യത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സകല മഹത്വവും ഞാൻ ക്രൂശിന്റെ ചുവട്ടിൽ അർപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്റെ മുൻപിലുള്ള ചുരുക്കം ചില മിനിറ്റുകൾ ദൈവത്തിന്റെ വചനത്തിലൂടെ വളരെ പെട്ടെന്ന് മുൻപോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി ഞാൻ വചനം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെ കുറിച്ചുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകും. ഈ വാക്യം ഞാൻ എന്റെ ഭാഷയിലേക്ക് ഒന്ന് മാറ്റി നമ്മൾ ഒരുമിച്ച് പറയാൻ പോവുകയാണ്. യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് ഇവിടെ എഴുതിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ കൂടി വന്ന ജനത്തോടാ ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, യഹോവ ഈ ദേശം നമുക്ക് തന്നിരിക്കുന്നു. എത്ര പേർക്ക് എന്നെ വിശ്വാസത്തോടെ എന്നോട് ചേർന്ന് പറയാൻ കഴിയും? യഹോവ ഈ ദേശം നമുക്ക് തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിന്റെ ദർശനം അകത്തുള്ളവർക്ക് ഇത് പറയാൻ എളുപ്പമാണ്. എന്നാൽ കഴിഞ്ഞ രാത്രിയിലും ഇന്നുമൊക്കെ നാം കേട്ടത് സുവിശേഷീകരണത്തെ കുറിച്ചാണ്. സുവിശേഷത്തെ കുറിച്ച് അറിവുള്ളവർക്ക് അകത്തുനിന്നൊരു ദർശനം പറയാൻ എളുപ്പമാണ്. ഈ ദേശം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. എന്നാൽ ഈ വായിച്ച ഭാഗത്ത് സുവിശേഷത്തെ കുറിച്ച് അല്ലെങ്കിൽ ഈ ദേശത്തെ ദൈവജനം പിടിച്ചടക്കാൻ പോകുമ്പോൾ അവർക്കുള്ള ആലോചന പറഞ്ഞു കൊടുത്തത് വർഷങ്ങളായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു വിശ്വാസിയല്ല, മറിച്ച് ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് കേട്ടറിവ് മാത്രമുള്ള ദൈവസഭയിൽ പ്രവേശിപ്പാൻ അർഹതയില്ലാത്ത ഒരു സ്ത്രീയാണ് ഈ വാക്ക് പറയുന്നത്. യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ദൈവസഭയ്ക്ക്
ആഫ്രിക്കൻ വനാന്തരങ്ങളിലേക്ക് സുവിശേഷവുമായി കടന്നുപോയ ഒരു മിഷണറിയുടെ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിൽ അദ്ദേഹം അവിടെ ചെന്നു. പല നാടുകളിൽ അവിടെ പ്രവർത്തിച്ചിട്ട് ആരെയും കണ്ടില്ല. ഒടുവിൽ അദ്ദേഹത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു, നീ പാർക്കുന്ന കൂടാരത്തിനകത്ത് 300 കല്ലുകൾ പെറുക്കി വെക്കുക, എന്നിട്ട് നീ അവയോട് പ്രസംഗിക്കുക. ആദ്യ മനുഷ്യർക്ക് ലഭിച്ച നിയോഗത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്കനുസരിച്ച് കല്ലുകളോട് പ്രസംഗിച്ചു. ഒരു സഭായോഗം നടത്തുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പാട്ടുപാടി സങ്കീർത്തനം വായിച്ചു. അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. പ്രാർത്ഥന അവസാനിപ്പിച്ചു. ദൈവം പറഞ്ഞത് പട്ടനെ പോലെ അനുസരിച്ച അതേ മനുഷ്യൻ. ഇത് കേട്ടുകൊണ്ട് ഒരു മനുഷ്യൻ വെളിയിൽ നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ യോഗം പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചപ്പോൾ ആ മനുഷ്യൻ കണ്ടിട്ട് ചോദിച്ചു, നിങ്ങൾ ആരോടാ പ്രസംഗിച്ചേ? എന്റെ മുൻപിലിരിക്കുന്ന കല്ലുകളോട്. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. നിങ്ങൾ പ്രസംഗിച്ചതൊക്കെ സത്യമാണോ? അതേ, ഞാൻ പ്രസംഗിച്ചത് സത്യമാണ്. നിങ്ങളുടെ യേശു സൗഖ്യമാക്കുന്നവരാണോ? അതേ, ഞങ്ങളുടെ യേശു സൗഖ്യമാക്കുന്നവരാണ്. ഈ മനുഷ്യൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ദീർഘവർഷങ്ങളായി കട്ടിലിൽ എഴുന്നേൽക്കാൻ കഴിയാത്ത ഒരു ഭാര്യ എനിക്കുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചവരെ സൗഖ്യമാക്കുമോ? ഇതേ മനുഷ്യന്റെ അകത്ത് നിയോഗം ലഭിച്ചു. പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം ആ മനുഷ്യന്റെ കൂടെ പോയി. വീടിനകത്ത് ചെന്ന് തന്റെ പഴയ കാര്യങ്ങളെ കുറിച്ച് ഒന്നും പറയാൻ സമയമില്ല കേട്ടോ. ദർശനം ലഭിച്ചവൻ അതും ഇതുമൊന്നും പറയാൻ സമയമില്ല. ദൈവം ഏൽപ്പിച്ചത് പറഞ്ഞോ. ഈ മനുഷ്യന്റെ മക്കളുടെ കരുതുകൊണ്ട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രസംഗിച്ച യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ പറഞ്ഞു. ആ സ്ത്രീ ചാടി എഴുന്നേറ്റു. വിശ്വസിക്കുന്നെങ്കിൽ ഇന്നും അത് സംഭവിക്കും. നീ വിശ്വസിച്ചുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞ് സ്വന്തമാവിനെ സ്വീകരിക്കും. അതെ, നാവുകൾക്ക് ബലവും വിദ്യാഭ്യാസ യോഗ്യതയുമുള്ള ദൈവദാസിമാരെ നമ്മുടെ വാക്കിനെ സ്വീകരിക്കാൻ സ്വർഗം വെയിറ്റ് ചെയ്യുകയാണ്. ഈ സ്ത്രീ ചാടി എണീറ്റു. അദ്ദേഹം തന്റെ കൂടാരത്തിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ പിറ്റേ ഞായറാഴ്ച ആരാധനയുടെ സമയത്ത് അദ്ദേഹം നോക്കുമ്പോൾ ഒരു വലിയ കൂട്ടം ആരാധനയ്ക്ക് വേണ്ടി വരികയാണ്. സൗഖ്യമായ സ്ത്രീയുടെ ഭർത്താവ് ഒരു ഗോത്ര തലവനായിരുന്നു. അദ്ദേഹത്തിന്റെ ഗോത്രത്തിൽ 300 പേരുണ്ട്. 300 കല്ല് പെറുക്കി വെക്കാൻ ദൈവം നിന്നോട് പറഞ്ഞാൽ 300 കല്ലിൽ ഇരിക്കാനുള്ള ആളെയും കൂടെ സ്വർഗ്ഗം ഒരുക്കിയിട്ടുണ്ടെന്ന് മറക്കരുത്. ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയട്ടെ, ദൈവം നിന്നോട് പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറാണ്. നിന്റെ അകത്ത് വന്ന ദർശനം അതിന്റെ നിവർത്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നീ വിശ്വസിച്ചാൽ മതി, അത് സംഭവിക്കും. ഈ സ്ത്രീയെ കുറിച്ച് എന്താ പറയുന്നത്? 4 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, പക്ഷെ സമയമില്ല. ഒന്ന്, ഈ സ്ത്രീ അവരുടെ പിന്നിലുള്ളതെല്ലാം മറന്നു. അവൾ ആരാണെന്നുള്ളത് അവരുടെ ദർശനത്തിന്റെ മുന്നിൽ അവൾ വിട്ടുകളഞ്ഞു. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് പ്രവർത്തിച്ചാൽ നാം ആരാണെന്ന് നാം തിരിച്ചറിയണം. മറ്റുള്ളവർ നമ്മെ കുറിച്ച് പറയുന്നതല്ല ദൈവത്തിന്റെ വഴി. വിശ്വസിക്കാൻ തയ്യാറാകാമോ? മനുഷ്യർ നമ്മെ കുറിച്ച് നല്ലത് പറയില്ല. ഞാൻ സേവിക്കുന്ന യേശുവിനെ കുറിച്ച് നല്ലത് പറഞ്ഞില്ല, പിന്നെ എന്നെ കുറിച്ച് നല്ല പറയുമോ? അവന്റെ കാഴ്ചയിൽ അവന് ന്യായം കിട്ടിയില്ല, പിന്നെ എനിക്ക് ന്യായം കിട്ടുമോ? പ്രൈസ് ഗോഡ്. ലോകത്തിന്റെ സർട്ടിഫിക്കറ്റ് അല്ല നിനക്ക് വേണ്ടത്, നിന്നെ അംഗീകരിക്കുന്ന സ്വർഗ്ഗത്തിന്റെ സർട്ടിഫിക്കറ്റ്. എത്ര പേരോട് ചേർന്ന് സ്വന്തം പറയുമെന്ന് എനിക്കറിയില്ല. ദൈവപുത്രൻ നീണ്ട 30 വർഷങ്ങൾ രഹസ്യ ജീവിതം നയിച്ചിട്ട് സ്നാനക്കടലിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിച്ച് ചേർന്ന വേളയിലാണ് സ്വർഗ്ഗത്തിൽ ഒരു അംഗീകാര സർട്ടിഫിക്കറ്റ് കൊടുത്ത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു. ദൈവപുത്രൻ 30 വർഷം ഒരു അംഗീകാര സർട്ടിഫിക്കറ്റിന് വേണ്ടി കാത്തിരുന്നെങ്കിൽ 3.5 വർഷം കാത്തിരിക്കും നമ്മൾ ഭാരപ്പെടുന്നത് എന്തിനാണ്? സുവിശേഷ വേല ചെയ്യാൻ ആരുടെയും അംഗീകാരം വേണ്ട. അകത്ത് ദർശനവും ദൈവാത്മാവിന്റെ നിയോഗവും അഭിഷേകവും ഭയപ്പെടുത്തുന്നത്, നിരാശപ്പെടുത്തുന്ന വാക്കുകൾ, ഭീഷണിയുടെ വാക്കുകൾ അതിനെ പുറകോട്ട് തള്ളിയിട്ട് ദർശനം കുറിക്കണം. ദർശനം കുറിക്കണം. സുവിശേഷീകരണമാണ് ലക്ഷ്യമെങ്കിൽ ദർശനം കുറിക്കണം. ഇവിടെ പിന്നിലുള്ളത് മറന്നു. പുറകോട്ട് വലിക്കുന്നതിനെയൊക്കെ മറക്കണം. പുറകോട്ട് വലിക്കുന്ന ദർശനത്തെ പുറകോട്ട് വലിച്ചു നിർത്തുന്ന പെരിനെയാണെങ്കിലും മൈൻഡ് ചെയ്യരുത്. ദർശനം ശൗര്യമാണോ? പെരിനെ മറക്ക്. എൽക്കാനയുടെ സ്നേഹവും പെരിനയുടെ ദേഷ്യമൊക്കെ മറക്ക്. ദർശനത്തിലേക്ക് കുതിക്ക്. അധികം വൈകുകയില്ല. നീ പ്രാർത്ഥിച്ചത് വേദപുസ്തകത്തിലെ കാലുകളിൽ കുറിച്ചതുപോലെ കുറിക്കപ്പെടാൻ പോകുക. ഇന്നിലുള്ളത് പറഞ്ഞു. എലീശ പ്രവാചകനെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ എലീശ തന്റെ കാളയെ കൊണ്ടുപോകുന്ന ആ
കോപ്പുകളൊക്കെ തകർത്തിട്ടാ പോയത്. പുറകോട്ട് വലിക്കുമെന്ന് ചിന്തിക്കുന്ന എല്ലാത്തിനോടും ബൈ പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോ. ദർശനം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരിക. പിന്നിലുള്ളത് മറക്കണം, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, മറ്റുള്ളതിനെ നിരൂപിക്കുകയും വേണ്ട. ഇതാദ്യം പുതിയൊന്ന് ചെയ്യുന്നു. സ്വർഗം ചില പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ എന്റെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ പഴയതിനെ മറക്ക്, ദർശനത്തിലേക്ക് മുൻപോട്ട് പോ. പുതിക്കുവാനുള്ള ഇന്ധനം സ്വർഗമായി വരും. രണ്ട്, അവൾക്ക് ഭയമില്ല. ഇന്ന് പേടിയുള്ളവരാണ് മുഴുവൻ പേര്. അവരെ പേടി, ഇവരെ പേടി, ലോകത്തെ പേടി, എല്ലാത്തിനും. പക്ഷെ പേടിയില്ലാത്തൊരു കൂട്ടം നമ്മളാണ് പറച്ചത്. ഞങ്ങൾക്കൊന്നിനും പേടിയില്ലെന്ന് പറയാം, പക്ഷെ നമുക്ക് പേടിയാണ്. നമ്മുടെ ദർശനത്തെ മുൻപോട്ട് നയിക്കുന്നതിൽ നിന്ന് നമ്മളെ ഭയപ്പെടുത്തുന്നത് എന്തൊക്കെയാണ്? നാം ഭയപ്പെടുന്നതിനെ ദൈവം മാറ്റും. ഈ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മതി. ഭയപ്പെടുന്നതിന്റെ പേര് ദൈവം തൊടാൻ പോവുകയാണ്. കേരളത്തിലൊരു മനുഷ്യന്റെ ഭയത്തെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാൻ നോക്കാം. ഒരു മനുഷ്യന് പേടി, അദ്ദേഹത്തിന്റെ കട്ടിലിന്റെ അടിയിൽ ആരോ കയറിയിരിക്കും. ഭയം മാറുന്നില്ല. സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഭയങ്കര പേടിയാണ്. സൈക്കാട്രിസ്റ്റ് ചോദിച്ചു, എന്താ? എന്റെ കട്ടിലിന്റെ അടിയിൽ ഒരു മനുഷ്യൻ കയറിയിരിക്കും. അദ്ദേഹം പഠിച്ചതല്ലേ, പൈസ ഉണ്ടാക്കാനല്ലേ ഞാൻ പഠിച്ചത്. അദ്ദേഹം ഒരു കാര്യം, എല്ലാ മാസം 200 രൂപ വീതം തന്ന് എന്റെ അടുക്ക വന്നാൽ മതി, ഞാൻ ഭയം മാറ്റിത്തരാം. 3 മാസം പോയി 200 രൂപ വീതം കൊടുത്തു. പക്ഷെ ഭയം കൂടി. പൈസ പോയല്ലോ എന്ന് ഓർത്ത് അതുകൂടെ ഭയം. ഭയം കൂടിയതല്ലാതെ ഒരു കുറവുമില്ല. ഒടുവിൽ ഈ മനുഷ്യൻ പോക്ക് നിർത്തി. ഒരു ദിവസം അദ്ദേഹം റോഡിന്റെ സൈഡിൽ നിൽക്കുമ്പോൾ ഈ മനഃശാസ്ത്ര വിദഗ്ധൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ചോദിച്ചു, ഇപ്പൊ എന്താ വരാതെ? ഭയം മാറിയോ? അദ്ദേഹം പറഞ്ഞു, എന്റെ ഭയം മാറി. ഞാനൊന്നും വലുതുകൊണ്ടാണോ? അല്ല. പിന്നെ എങ്ങനെ മാറി? ഞാൻ വളരെ കുറഞ്ഞ ചെലവിന്റെ ഭയം മാറ്റിയത്. അപ്പൊ ഇദ്ദേഹത്തിനൊന്നും അറിയാനൊരു ആഗ്രഹം എന്തായിരിക്കും? അദ്ദേഹം പറഞ്ഞു, 50 രൂപ കൊടുത്ത് ഞാൻ ഒരു ആശാരിയെ വിളിച്ച് കട്ടിലിന്റെ 4 കാര്യം കട്ട് ചെയ്തു. മനസ്സിലായോ? കട്ടിലിന്റെ ആളിരിക്കുന്ന പേടി കട്ടിലിന്റെ കാല് മുറിച്ചപ്പോ അങ്ങ് മാറി. ചില കട്ടിലിന്റെ ഒക്കെ കാല് നമ്മൾ മുറിക്കണം. മനസ്സിലായോ? ചിലതിന്റെ ഒക്കെ കാല് നമ്മൾ മുറിക്കണം. നിന്നെ ആത്മീക ശുശ്രൂഷയിൽ മുൻപോട്ട് വിടാതെ വേണം പുറകോട്ട് വലിക്കുന്ന ചില കട്ടിലിന്റെ കാലുകൾ എന്ന് പറഞ്ഞാൽ നിനക്ക് മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇടയ്ക്ക് വെച്ച് പുറകോട്ട് നിന്നെ പേടിപ്പെടുത്തുന്ന ചിലതിന്റെ മേൽ ആ മറ്റൊരു ദൈവദാസനല്ല മുറിക്കേണ്ടത്. വിശ്വസിക്കുന്ന നീ മുറിക്കണം. ചിലതിനെ മുറിച്ച് മുന്നേറാൻ തയ്യാറായിക്കോ. ഒരു വലിയ വിജയത്തിന്റെ മുന്നിലുണ്ട്. ഈ സ്ത്രീയെ നോക്കി, അവർക്ക് രാജാവിനെ പേടിയില്ല, സ്വന്തം പട്ടണത്തിന്റെ സുരക്ഷിതത്വം ഭയമില്ല, അവൾക്ക് മറ്റൊന്നും നോക്കാനില്ല. അവൾക്കറിയാം അവൾ പറഞ്ഞത് സത്യമാണ്, അവൾ വിശ്വസിച്ചത് സത്യമാണ്. അവൾ പറയുക, നിങ്ങളെ ഞാൻ ഒളിപ്പിക്കാം, നിങ്ങളെ ഞാൻ ഒളിപ്പിക്കാം, എനിക്ക് ഭയമില്ല, കാരണം നിങ്ങളുടെ കൂടെ ദൈവമുണ്ടെന്ന് എനിക്കറിയാം. അവൾ വിശ്വസിച്ചത് ഞാൻ പറയാം. ഈ 40 വർഷം നിങ്ങളെ നടത്തിയ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ആ ചരിത്രം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എന്റെ രാജാവ് ആ രാജാവിന്റെ മുൻപിൽ ഒന്നുമല്ല. പകരം ഞാൻ പറയട്ടെ, സുവിശേഷവും കൊണ്ടൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ, ഒരു ദേശത്തേക്ക് ഇറങ്ങുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ സുവിശേഷം പറയാൻ ഇറങ്ങി തിരിച്ച നിന്നെ തടയാൻ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയില്ല. വിശ്വാസമുണ്ടോ? നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ലെന്നുള്ള വേദപുസ്തകത്തിലെ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് നീ കടന്നുചെല്ല്. ചില ദേശം അതിന്റെ കയ്യിൽ വരാൻ പോവുകയാണ്. ഈ പട്ടണത്തെ ദൈവത്തിന്റെ കയ്യിൽ തരണമെങ്കിൽ വിശ്വാസത്തോടെ, ധൈര്യത്തോടെ മുൻപോട്ട് പോകും. അതിന് പുറകോട്ട് വലിക്കുന്നതിനെ ചിന്തിക്കേണ്ട. അവൾക്ക് ഭയമില്ലാതെ ദർശനം അവൾക്ക് ധൈര്യം പകർന്നു. 3, അവളുടെ അകത്ത് ലഭിച്ച ദർശനം അവൾ നിയോഗത്തോടെ വിളിച്ചു പറയാൻ തയ്യാറായി. നമ്മുടെ അകത്ത് സ്വർഗം ഒരു നിയോഗം തന്നിട്ടുണ്ടെങ്കിൽ അത് വിളിച്ച് പറയേണ്ടവരോട് പറയണം. കുറ്റം പറയുന്നവരോട് പറയണ്ട. അകത്തെ ദർശനത്തെ പങ്കുവയ്ക്കാൻ കഴിവുള്ളവരോട് പറയണം. എല്ലാവരോടും പറഞ്ഞാൽ മാറുന്ന കളിയാക്കി വരും. എന്നാൽ അകത്ത് നിന്റെ അകത്തുള്ള ദർശനം നിനക്കറിയാം, ദൈവത്തിനറിയാം. പറയേണ്ടവരോട് പറ. ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന ദേവദാസൻ, അദ്ദേഹം ആഫ്രിക്കൻ മലയാളികളിലേക്ക് പോയ മനുഷ്യനാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചരിത്രം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിന്റെ മാതാവിന്റെ മടിയിലിരിക്കുക. ഈ അമ്മ ഈ കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ച് കണ്ണുനീരിവന്റെ തലയിലേക്ക് ഇങ്ങനെ വീഴുകയാണ്. ഇവൻ ചോദിച്ചിങ്ങനെ കയറി അമ്മയോട് ചോദിച്ചു, അമ്മ എന്തിനായി ഈ കണ്ണുനീരെല്ലാം എന്റെ തലയിൽ ഇങ്ങനെ വീഴിക്കുന്നത്? അമ്മ ഇങ്ങനെ പറഞ്ഞു, മോനെ നിന്റെ തലയോട്ടി വളരെ മൃദുവായതാണ്. എന്നാൽ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കണ്ണുനീർ നിന്റെ തലയോട്ടിയിലേക്ക് വീണ് ഉരുക്കുപോലെ ബലമുള്ളതായി.
വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം വനാന്തരങ്ങളിലേക്ക് സുവിശേഷവുമായി കടന്നിരുന്നു. അദ്ദേഹത്തെ കൊല്ലുവാൻ കൂട്ടം കൂടിയ ആൾക്കാരുടെ നടുവിൽ ഇദ്ദേഹം നിന്നെ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഈ ലോകത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള കഴിവുകളും നാവും നമ്മുടേതാണ്. സഹോദരിമാരെ, നാം സാധാരണക്കാരല്ല. അഭിഷേകം ഏറ്റെടുത്ത ദൈവ ഭക്തന്മാരാണ്, ഭക്തന്മാരാണ്. നമ്മുടെ അകത്ത് വന്നത് സാധാരണ അഭിഷേകമല്ല, അസാധാരണ അഭിഷേകമാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാൻ പറഞ്ഞാൽ അത് സംഭവിക്കും, ഞാൻ പറഞ്ഞാൽ അത് സംഭവിക്കും, ഞാൻ പറഞ്ഞാൽ ചിലരുടെ അടിസ്ഥാനങ്ങളിലും വർഷങ്ങളായി തെറ്റി ഒതുക്കി വെക്കുന്ന ബന്ധനങ്ങളെ തകർക്കാൻ നിന്റെ നാവിന് ശക്തിയുണ്ട്. നിന്റെ കുടുംബത്തിനെ വെല്ലുവിളിക്കുന്ന, ശുശ്രൂഷയ്ക്കെതിരെ വ്യാപരിക്കുന്ന അന്തരായ കെട്ടുകളെ ആത്മാവിൽ കണ്ടുകൊണ്ട് ആരാധിച്ച് ശാസിച്ച് തയ്യാറാകാമോ? ജനത്തിന്റെ മുമ്പിൽ കീഴടങ്ങും. ദേശത്ത് വ്യാപരിക്കുന്ന ശക്തികളെ കണ്ടുകൊണ്ട് ഓടി മറയാനല്ല, അകത്തിരുന്നത് പ്രാപിച്ചു പോകരുത്. നിന്റെ അകത്തൊരു തീ വ്യാപരിക്കുന്നതിൽ അതിനെ കെടുത്താൻ കഴിയില്ലേ? നിയോഗം ലഭിച്ചാൽ ഇറങ്ങിയിരിക്കരുത്. എഴുന്നേൽക്കുക. ദൈവത്തിന്റെ പ്രവൃത്തികളിൽ പ്രളയമായി. ദൈവത്തിന്റെ സമയമാകുമ്പോൾ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിനക്ക് നിന്ന് വരാമോ? ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയാം. നിന്നു കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ സ്വർഗമുണ്ട്. വടി നീട്ടാൻ ഒരു മോശമുണ്ടെങ്കിൽ ചെങ്കടൽ പാലിക്കാൻ ദൈവമുണ്ട്. പ്രാർത്ഥിക്കാൻ ഏരിയമുണ്ടെങ്കിൽ തീർക്കാൻ സ്വർഗമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തലമുറയിൽ നിനക്കെന്തെങ്കിലും ചെയ്യാൻ താല്പര്യമോ നിയോഗമുണ്ടോ? ചെയ്യാനുള്ളത് സ്വർഗം ready. അങ്ങനെ സ്വർഗം റെഡിയാണ്. പിന്നെ നമ്മളെന്താ തടസ്സക്കാരായി നിൽക്കുന്നത്? നാവിലൂടെ അസാധാരണ കാര്യങ്ങൾ വെളിപ്പെട്ട് വരുമ്പോൾ പറയണം, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കണം. ആമേൻ. അത് പറയുന്നവർക്കായി സ്തോത്രം. ആമേൻ. ഒരു മനുഷ്യൻ, ഒരു ദേവദാസൻ രാത്രി കിടന്ന് ഉറങ്ങുകയാണ്. പരിശുദ്ധാത്മാവ് തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ ആ റോഡിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു. റബ്ബർ തോട്ടത്തിന്റെ നടുവിലുള്ള റോഡിലൂടെ നടന്നു. എന്നിട്ട് അദ്ദേഹം വിളിച്ചു, അദ്ദേഹത്തോട് പറഞ്ഞു, ശമൂവേലേ, ശമൂവേലേ എന്ന് വിളിക്കാൻ പറഞ്ഞു. രാത്രി 11 മണിക്ക് സ്തോത്രം. ആ മനുഷ്യൻ വിളിച്ചു, ശമൂവേലേ, ശമൂവേലേ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. കുറച്ചുകൂടെ നടക്കാൻ പറഞ്ഞു. കുറച്ചുകൂടെ നടന്നേച്ച് വിളിച്ചു പറയാൻ പറഞ്ഞു, ശമൂവേലേ, ശമൂവേലേ, നിന്നെ ഞാൻ കണ്ടെന്ന് പറഞ്ഞു. പിന്നെ 5 മിനിറ്റ് വെച്ച് പറഞ്ഞു. അങ്ങനെ തന്നെ വിളിച്ചു പറയാം. മനുഷ്യൻ പറഞ്ഞു, ശമൂവേലേ, ശമൂവേലേ, ഞാൻ നിന്നെ കണ്ടു. നീ പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പോയി. ആ മനുഷ്യൻ രാത്രി വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങി. ഒരു മയക്കം കഴിഞ്ഞപ്പോ വീടിനൊരു മുട്ട. ചെന്തലക്ക് നോക്കിയപ്പോ ഒരു മനുഷ്യൻ നല്ലൊരു കയറ് കൊണ്ട് നിൽക്കുക. ചാകാനും സമ്മതിക്കുകയല്ലെന്ന് മനുഷ്യനൊന്നും മനസ്സിലായില്ല. ഞാൻ കയർ ആദ്യം മരത്തേലോട്ടിട്ട് തലയങ്ങോട്ട് വെക്കാമെന്ന് നിങ്ങൾ വിളിച്ചു, ശമൂവേലേ, ശമൂവേലേ. പിന്നെ കുറച്ചു നേരം നിന്നു. ഇനി ഞാൻ ഇട്ടേക്കാൻ പറഞ്ഞു. പിന്നെ നിന്നെ ഞാൻ കണ്ടെന്നു. മൂന്നാമത് ഇനി ഒന്നും നോക്കുന്നില്ല, മരിച്ചിട്ടേ ഉള്ളെന്ന് ഓർത്ത് മൂന്നാമത് തലയിടാൻ നിങ്ങൾ വിളിച്ചു പറഞ്ഞു, ശമൂവേലേ, ഞാൻ നിന്നെ കണ്ടു. എന്തോ മനസ്സിലായി? യോഗത്തിൽ നിന്ന് ഉറങ്ങണമെന്ന് മനസ്സിലായി. പ്രൈസ് ഗോഡ്. ശമൂവേലേ വിളിക്കാൻ പറയുമ്പം കൊച്ചുകൾ കൂടെ കിടക്കുന്നു, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതൊന്നും പറയാൻ നേരെയില്ലെന്നാ പറഞ്ഞു. സുവിശേഷീകരണം അകത്തുനിന്റെ അകത്തുനിന്ന് പുറപ്പെട്ടാൽ, ദർശനം അകത്തുണ്ടെങ്കിൽ, നിയോഗം നാവിലൂടെ വന്നാൽ അർദ്ധരാത്രി നിനക്ക് വിഷയമല്ല, സാഹചര്യങ്ങൾ വിഷയമല്ല. പരിശുദ്ധാത്മ നിറവിൽ നീ എഴുന്നേറ്റ് ചെല്ല്. ചെല്ലിന്റെ സ്വന്തം ജീവനയക്കാൻ പോകുകയാണ്. നിന്റെ സ്ട്രീറ്റിൽ, നിന്റെ പട്ടണത്തിൽ, നീ താമസിക്കുന്ന ദേശത്ത് ചില ആത്മഹത്യക്ക് വേണ്ടി വിഷക്കുപ്പി എടുക്കുന്നതിന്റെ തൊട്ട് മുൻപുള്ള രാത്രിയിൽ നിന്നെ ഓൺ കോളായിട്ട് കിട്ടുമോ ആലോചിച്ചേ. മനസ്സിലായോ? ലോകത്തിലെ ഹോസ്പിറ്റലുകളിൽ നീ ഓൺ കോളല്ലേ? വളരെ കുറിച്ച് കേട്ട് ഓൺ കോള എങ്ങും പോകാൻ പറ്റത്തില്ല. സ്വർഗത്തിലൊരു അടിയന്തര ഘട്ടത്തിൽ ഈ ഒരു ഓൺ കോളിലാണോ? സുവിശേഷീകരണത്തിന്റെ അഗ്നിയകത്തുള്ളവൻ പറയും, ഞാൻ ഓൺ കോളിലാണ്. ഏത് സമയത്ത് എന്റെ വാതിലിൽ സ്വർഗം മുട്ടിയാലും ഞാൻ ബെഡ് താഴേക്ക് ഇട്ടിട്ട് ഞാൻ ഇറങ്ങും. ഞാൻ അവിടെ ഇറങ്ങും. ഞാൻ മൂട്ടിൽ നിന്ന് മാത്രമല്ല, വിളിക്കും. ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നതുവരെ ഞാൻ ഓൺ കോളിലാണ്. ദൈവം തന്ന സൗഖ്യം, ദൈവം തന്ന ആരോഗ്യം, ദൈവം തന്ന വില കൂടിയ സമ്മാനങ്ങൾ, ഇതെല്ലാം നമ്മുടെ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടിയാണോ? ദൈവം ദർശനം തരാൻ പോവുക, ദൈവം ഒരു നിയോഗം തരാൻ പോവുക. അകത്തൊരു ഭാരം വന്നിട്ടുണ്ടോ? ദൈവ പ്രവൃത്തി വെളിപ്പെടാനായി. നാലാമത്തെ
കാര്യങ്ങളെ പറഞ്ഞ് നിർത്തുക. ഒന്ന്, പിന്നിലുള്ളത് മറന്നു. രണ്ട്, ദർശനം അവൾക്ക് ധൈര്യം പകർന്നു. മൂന്ന്, ദർശനത്തിൽ നിയോഗത്തോടെ വിളിച്ചു പറഞ്ഞു. നാല്, ദർശനം മൂലം അവരുടെ പേര് പ്രസിദ്ധമായി. അവരുടെ പേര് നല്ല പേരല്ലായിരുന്നു, പുറത്ത് പറയാൻ പോലും കൊള്ളാത്തൊരു പേരാ. പക്ഷേ വേദപുസ്തകത്തിന്റെ ചരിത്രത്തിന്റെ താളുകളിൽ അവരുടെ പേര് കുറിക്കപ്പെട്ടു. കർത്താവിന്റെ വല്യമ്മച്ചിമാര് ഇവിടെ പേര് 4 പേരുടെ പേര് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പേര് രാഹാബിന്റെ പേരാണ്. തീർന്നില്ല. വിശ്വാസവീരന്മാർ, ദൈവത്തിനു വേണ്ടി അനേക വൻകാര്യങ്ങൾ ചെയ്ത വിശ്വാസവീരന്മാരുടെ പലരുടെയും പേര് പട്ടികയിൽ ഇല്ലാതിരിക്കുമ്പോൾ ഒരു യോഗ്യതയുമില്ലാത്ത ഈ സ്ത്രീയുടെ പേര് വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ വന്നു. 2 സ്ത്രീകൾ, സാറ, രാഹാബ്, അത് യോഗ്യതയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ദർശനത്തിന്റെ മുൻപിൽ അവൾ മനുഷ്യ ഭയം മാറ്റിവെച്ചിട്ട് ദൈവത്തിനു വേണ്ടി നിൽക്കാൻ തയ്യാറായി. ഇന്ന് പകലിൽ ഞാൻ സന്ദേശത്തിലൂടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയട്ടെ, പരിശുദ്ധാത്മാവ് ദർശനം വന്നിട്ടുണ്ടോ? സുവിശേഷീകരണത്തിന് വേണ്ടി ദൈവത്തിന്റെ കാതുകളിൽ കൂടെ കൂടെ പറയുന്നുണ്ടോ? ലോകത്തിന്റെ മഹത്വങ്ങളോ മാനങ്ങളോ ഒക്കെ വിട്ടിട്ട് ഇറങ്ങാൻ, അതോ സ്ഥാനത്തിന് വേണ്ടിയാണോ നമ്മുടെ ഓട്ടം? ലോകത്തിൽ നിലനിൽക്കാത്ത സ്ഥാനങ്ങൾക്ക് വേണ്ടി സമയം കളയല്ലേ? ദർശനമാകത്തോളം സ്ഥാനത്തെ ചവറന്നു കാണും. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു അഗ്നിനായ ദേവദാസ് എഴുതിയിട്ടുണ്ട്, നാം യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. യുദ്ധക്കളത്തിൽ യുദ്ധത്തിന് വേണ്ടി തോക്കും കൊണ്ട് ഓടുന്ന ഒരു മനുഷ്യനെ ഒരാൾ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് നിൽക്കണേ, നിന്റെ ഷൂ നന്നായി പോളിഷ് ചെയ്തതിന് ഒരു അനുമോദന സമ്മേളനം ഉണ്ടോന്ന് വരാൻ. ദർശനമുള്ളവൻ പറഞ്ഞു, ഞാൻ യുദ്ധത്തിന് പോവാറ്. ദർശനം ഇല്ലാത്തവൻ പറഞ്ഞു, ഷൂ പോളിഷ് ചെയ്ത അനുമോദന സമ്മേളനത്തിന് ഞാനും വരാം. മനസ്സിലായില്ല, മനസ്സിലാകുന്നില്ല. ലോകത്തിന്റെ സ്ഥാനങ്ങൾ മുൻപിൽ വെച്ച് നിൽക്കുമ്പോൾ സ്വർഗം പറഞ്ഞതാണെങ്കിൽ എടുത്തോണം. സ്വർഗം അനുവദിക്കാത്ത സ്ഥാനം വേണ്ട, ദർശനം മതി. ദർശനമകത്ത് ചലിച്ചാൽ അത് ആത്മാക്കളായി ദൈവസഭയിൽ വരും. ഞാൻ പറയട്ടെ, ദർശനമകത്തുള്ള 10 പേര് കൂടിയാൽ മതി ദൈവസഭ വളരും. 100 കണക്കിന് ജനക്കൂട്ടം ഇടിച്ചു കയറുന്നതിനേക്കാൾ നല്ലത് 10 പേരുടെ അകത്ത് ദർശനം വളരുന്നെങ്കിൽ നീ ചെല്ലുന്ന ഇടം ദൈവപ്രവൃത്തിയുടെ സ്ഥലമായി മാറും. സഭകളിൽ ആത്മാക്കൾ ഇരച്ചു കയറും. അന്ധകാര ശക്തികളെ വെല്ലുവിളിക്കാനുള്ള ഒരു അസാധാരണ അഭിഷേകവും നിയോഗവും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചിലരുടെ നാമം ചരിത്രത്തിന്റെ താളുകളിൽ കുറിക്കാൻ സമയമായിട്ടില്ല. പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന മാതാക്കളെ, നിങ്ങളുടെ തലമുറയെ കുറിച്ചുള്ള ദർശനം എന്താ? അത് നടക്കാൻ പോകുന്നു. നീ എഴുതി വെച്ച് പ്രാർത്ഥിച്ച രാജ്യങ്ങൾ ദൈവം നിന്നെ അയക്കും. ഒന്നുകൂടെ പറയട്ടെ, നീ എഴുതി വെച്ച് പ്രാർത്ഥിച്ച സ്ഥലങ്ങൾ, തൊട്ട് പ്രാർത്ഥിച്ച മാപ്പിലെ സ്ഥലങ്ങളിലേക്ക് ദൈവത്തിന്റെ തലമുറയെ അയക്കാൻ പോകുക. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്റെ മക്കളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിടണമെന്ന്? എന്റെ ആരോഗ്യം നശിച്ചു, പക്ഷേ എന്റെ തലമുറ സുവിശേഷത്തിന് വേണ്ടി മരിക്കട്ടെ. മിഷണറിമാരുടെ ശവപ്പറമ്പ് നിറഞ്ഞ ബീഹാറിലൊക്കെ സുവിശേഷ വേല ശക്തമാകുന്നതിന്റെ കാരണം അതിനുവേണ്ടി മെഡിക്കൽ ഡോക്ടറായിരുന്ന ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചു. ഞാൻ ചോദിക്കട്ടെ, ലോകത്തിൽ എന്തെങ്കിലും വിടാൻ നമുക്ക് കഴിയുമോ? ദർശനം വലുതാണെങ്കിൽ പലതിനെയും ചവറുന്നു, പലതിനെയും വേണ്ടെന്ന് വെക്കും. കർത്താവിന് വേണ്ടി നിൽക്കും. നമുക്കൊരു നിത്യതയുണ്ട് കേട്ടോ. ആ നിത്യതയ്ക്ക് വേണ്ടിയാണ് നാം പലതും വേണ്ടെന്ന് വെച്ചത്. വീടും നാടും നമ്മുടെ കൂട്ടങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ച് പ്രമാണത്തിന് വേണ്ടി മുണ്ട് മുറുക്കി ഉടുത്ത് വിശ്വാസത്തിന് വേണ്ടി സ്ഥിരതയോടെ നിന്ന പിതാക്കന്മാരുടെ തലമുറകളാണ് നാം. ഇടയ്ക്ക് വെച്ച് ലക്ഷ്യം മാറിപ്പോകല്ലേ, ലക്ഷ്യം തെറ്റിപ്പോകരുത്, ദർശനം മാറിപ്പോകരുത്. ദൈവത്തിന് വേണ്ടി നമുക്ക് നിൽക്കാം. ഈ സുവിശേഷ രണാങ്കണത്തിൽ കർത്താവിന് വേണ്ടി വീരമായി നിൽക്കുവാൻ സഹോദരിമാരെ നമുക്കൊരു പങ്കുണ്ട്. നാം സകലവും സുവിശേഷ നിമിത്തം ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് അവസരം ഒരുക്കിയ പ്രിയപ്പെട്ടവർക്ക് ദൈവനാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിരിക്കുന്നു.